ഹായ് ഫ്രണ്ട്സേ, അപ്പോൾ ഇന്ന് ആഫ്രിക്കയുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് സഹകരിക്കുക കേട്ടാ ഈ ഒരു ആഫ്രിക്കൻ വീഡിയോയിൽ. കാരണം നിങ്ങൾക്ക് ആഫ്രിക്കയിലെ ഗ്രാമങ്ങളിലൂടെയുള്ള സഞ്ചാരങ്ങൾ, അവിടുത്തെ ഭക്ഷണ രീതികൾ, അങ്ങനെയൊക്കെയുള്ള എല്ലാ വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അത് കണ്ടിട്ട് അതിനൊരു പ്രോത്സാഹനം തരണം. നമ്മുടെ ഷെഫീക്കിനും കൊടുക്കണം ലൈക്കും കമൻറ്റൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക. ഹലോ, സിറാജ് ടോപ്പ് വിഷന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ ആണിത്. ഞാനിപ്പോൾ ആഫ്രിക്കയിൽ ബസ്സിൽ പോകുമ്പോൾ ഒരിടത്ത് ബസ് ബ്ലോക്കായി, മീൻസ് റിപ്പയറായി. ഞാൻ വഴിയിൽ പെട്ടിട്ടാണ്. ഇതാണ് എൻ്റെ ബസ്. ഓക്കെ, കാണാം. അപ്പോൾ അവനെന്ത് ചെയ്യുക അറിയാം, ഈ ബസ് ഇതായല്ലോ പണിമുടക്കി, ബസ് റിപ്പയർ ആയിട്ട് സൈഡാക്കിയതിന് ശേഷം അവിടെയുള്ള രണ്ടുപേരുടെ ഒന്നിച്ച് അവിടെയുള്ള ഒരു ബൈക്കിൽ അവനെ ഉൾക്കാടുകളിലൂടെ എന്ന് വെച്ചാൽ ഓഫ് റോഡ് വഴി അവനിങ്ങനെ സഞ്ചരിച്ചിട്ട് അവൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ നോക്കുകയാണ്. ബൈക്കിൽ പോവാണ്. കുറച്ച് ഡേഞ്ചറാണ്. വഴിയാണ് കാണാനുള്ളത്. ബൈക്കായി എന്ന് പറഞ്ഞില്ല. അതിനുശേഷം 80 അല്ലെങ്കിൽ ഒരു 100 കിലോമീറ്ററൊക്കെ അപ്പുറത്തേക്ക് അവൻ യാത്ര ചെയ്യണം. എതിലെയാണെന്നറിയാം, ഈ റോഡ് എന്ന് പറഞ്ഞാൽ അപൂർവമാണ് അവിടെ. പിന്നെ ഓഫ് റോഡുകളാണ്. അതിലൂടെ എങ്ങനെയാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൽ 1, 2, 3 ആളെയൊക്കെ കയറ്റിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യും, ഒരു 80 അല്ലെങ്കിൽ ഒരു 100, 120, 300, 400 അങ്ങനെയുള്ള കിലോമീറ്ററുകൾ ഇവർ താണ്ടുന്നത് ഈ ഒരു ഓഫ് റോഡ് വഴിയായിരിക്കും. കാരണം അത്രയും ദൂരം ഇങ്ങനെയുള്ള ഈ ഒരു ബൈക്കിൻ്റെ പുറകിലിരുന്ന് സഞ്ചരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമില്ലെങ്കിലും നമ്മൾ ഈ ഇന്ത്യൻ കൺട്രീസിൽ നിന്ന് പോകുന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നാടൻ ചായക്കട എന്ന് പറയില്ല, അതുപോലത്തെ ഒരു ചായക്കടയാണ് ഈ കാണുന്നത്. കുറച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ചിപ്സിയായി ആഫ്രിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് അവരുടെ ഏറ്റവും നോർമലായിട്ടുള്ള ഒരു ഫുഡാണ്. അപ്പോൾ അത് പിന്നെ ഷെഫീഖ് നമുക്കൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്, അതൊന്ന് നോക്കാം എങ്ങനെയാണ്. ഇവിടെയുള്ള മെയിൻ ഐറ്റമാണ് ഈ ചിപ്സിയായി, അതായത് ഉരുളക്കിഴങ്ങ് ചിപ്സും അതുപോലെ തന്നെ രണ്ട് മുട്ട ഉടച്ചിട്ട് അതിലിടും. ഓക്കെ, അതാണ് ഇവിടെ മെയിൻ ഐറ്റമാണ്. ആഫ്രിക്കയിലെ ഈ താൻസാനിയയിലെ മെയിൻ ഐറ്റംസ് ആണ്. ഓക്കെ, എങ്ങനെ മറിച്ചെടുക്കാൻ ഞാൻ കാണിച്ചു തരാം. Hey you, girl. You are Mandarin. You are Mandarin. Tomato to what? How about it? Okay. Hey. Nachin. Oh, I'm God. Nachin.
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഷെഫീക്കിനെ മറക്കരുത്. എല്ലാവരും അവൻ്റെ ലൈക്ക് കൊടുക്കണേ. ഓക്കെ, അടുത്ത വീഡിയോ കാണാം.